Okay, welcome back to Sapphire Future Academy Board Booster Series. Electrostatics next class ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് കുളംസ് ലോനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, യെസ്, കുളംസ് ലോ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ വെക്റ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ suppose here is two point charges q1 and q2. They are q1 in the position vector, q1 in the position vector vector r1 ആണ് വിചാരിച്ചു. Vector r1. Position vector of q2 vector r2 ആണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഇങ്ങനെ ഞാനൊരു വെക്ടർ വരച്ചാൽ, ഓക്കെ, അപ്പോൾ ഈ വെക്ടർ നമ്മൾ q1 q2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാനിത് r12 വെക്ടറായിട്ട് എടുക്കുന്നു. r12 വെക്ടർ. ഓക്കെ, സോ നമ്മൾ ട്രയാങ്കിൾ പഠിച്ച ഫസ്റ്റിൽ പഠിച്ച ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ ഇവിടെ അപ്ലൈ ആണെങ്കിൽ ഈ വെക്ടറിൻ്റെ ഹെഡിലാണ് ഇതിൻ്റെ ടൈലുള്ളത്. അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ സ്ഥാനത്ത് വരുന്നത്. അല്ലെങ്കിലും ഇങ്ങനെ ഇത് രണ്ടും പൊസിഷൻ വെക്ടറാണ്. ഇതിൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. പൊസിഷൻ വെക്ടർ തമ്മിലുള്ള ചേഞ്ചാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. സോ r12 വെക്ടർ എന്ന് വെച്ചാൽ വെക്ടർ r2 മൈനസ് വെക്ടർ r1 ആണ്. ഇവിടെ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ q1 q2 തമ്മിലുള്ള ഫോഴ്സാണ് കാണാൻ പോകുന്നത്. കുളംസ് ലോ പ്രകാരം ഇവർ തമ്മിലുള്ള ഫോഴ്സാണ്. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് ആണെങ്കിൽ എഫ് വെക്ടർ. ഓക്കെ, അതുപോലെ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. തൽക്കാലം റിപ്പൽ ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. വാക്വത്തിലാണ്, ഫ്രീ സ്പേസിലാണെന്ന് വിചാരിച്ചോളൂ. സോ ഫോഴ്സ് ഇൻ വെക്ടർ ഫോമാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, so force in vector of 1/4 pi epsilon 0 q1 q2 divided by ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r12 ആണ്. ഓക്കെ, സോ r12 സ്ക്വയർ വരും ഇവിടെ. ഓക്കെ, ഇനി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ q1-ൽ നിന്ന് q2-ലേക്കാണ്. q1-ൽ നിന്ന് q2-ലേക്കാണ്. അപ്പോൾ q1-ൽ നിന്ന് q2-ലേക്കാകുമ്പോഴത്തേനും r1 ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി യൂണിറ്റ് വെക്ടർ കൊടുക്കണം അല്ലേ. അപ്പോൾ ഡയറക്ഷൻ ഈസ് ഫ്രം q1 ടു q2. സോ r12 ക്യാപ്പ് വരും. q1-ൽ നിന്ന് q2-ലേക്കാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇനി നമ്മൾ r12 വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ പൊസിഷൻ വെക്ടർ തമ്മിലുള്ള ചേഞ്ച് ആയിരിക്കും ഈ വെക്ടർ വരിക. അപ്പോൾ ഇതിന് പകരം ഇങ്ങനെ കൊടുക്കാം. സോ r12 വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വെക്ടർ r2 മൈനസ് വെക്ടർ r1-ൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, സോ r12 ക്യാപ്പ് എന്ന് പറയുമ്പം ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. നമുക്കറിയാം എ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. എങ്ങനെയാണ് എ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ കാണിക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ r12 ക്യാപ്പ് എന്ന് പറയുന്നത് വെക്ടർ r12 ബൈ മോഡുലസ് ഓഫ് r12 ആണ്. സോ r12 ക്യാപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. വെക്ടർ r12 ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, യെസ്, അത് എടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ r12 ക്യാപ്പിന് പകരം വെക്ടർ r12 ബൈ r12 എന്ന് വെച്ചാൽ വെക്ടർ r12 ബൈ r12 ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെറും r12 ഇങ്ങനെ എടുത്താൽ അതാണ് r12 ക്യാപ്പ്. സോ ഫോഴ്സ് ഇൻ വെക്ടർ ഫോം 1/4 pi epsilon 0 q1 q2 ബൈ r12 സ്ക്വയറും. ഓക്കെ, r12 ക്യാപ്പിന് പകരം ഇതും കൊടുക്കാം. എങ്ങനെ വരും? r12 ക്യാപ്പിന് പകരം വെക്ടർ r12 ബൈ മോഡുലസ് ഓഫ് r12. സോ r12. സോ 1/4 pi epsilon 0 q1 q2 ബൈ ഇവിടെ ഇതിൻ്റെ r12 ക്യൂബ് വരും.
R12 ക്യൂബ് വരും. പിന്നെ വെക്റ്റർ R12 എന്ന് വരും. സോ ഇങ്ങനെയാണ് R12 ക്യാപ്പിൻ്റെ R12 വെക്റ്ററിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ R12 എന്ന് പറയുന്നത് വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1ൻ്റെ മാഗ്നിറ്റ്യൂഡാണ് R12. ഓക്കെ, സോ 1/4πε0 ഇതാണ് R12, അതായത് മാഗ്നിറ്റ്യൂഡ്. ഇതാണ് വെക്റ്റർ R12. ഇത് വെക്റ്റർ R12, ഇത് മോഡുലസ് ഓഫ് R12. ഓക്കെ, സോ R12 മോഡുലസ് ഓഫ് R12 ഇതാണ് Q1 Q2 ബൈ വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1. അതാണ് അതിൻ്റെ മോഡുലസ്, അതിൻ്റെ ക്യൂബ് വരും. പിന്നെ വരുന്നത് R12 വെക്റ്റർ. R12 വെക്റ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1. മോഡുലസ് ആണ് അതിൻ്റെ ക്യൂബ്. ഓക്കെ, പിന്നെ ഇതിപ്പോൾ ഈ ഫോമുല ഉപയോഗിച്ച് ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് പൊസിഷൻ വെക്ടർ തരുന്നു. ഇത് ഈ രണ്ട് പൊസിഷൻ വെക്ടർ എങ്ങനെയാണ്, ഏത് ഫോമില സാധാരണ പൊസിഷൻ വെക്ടർ തരിക? ഈ പൊസിഷൻ വെക്ടർ തൽക്കാലം നമുക്കൊരു ഇങ്ങനെ 2i ക്യാപ് പ്ലസ് 3j ക്യാപ് എല്ലാം പറഞ്ഞത് പ്ലസ് 4k ക്യാപ്. പൊസിഷൻ വെക്ടർ ഇങ്ങനെ തന്നാൽ മീനിങ് എന്താണ്? ഇതിൻ്റെ പൊസിഷൻ വെക്ടർ ഇങ്ങനെ ijk ഫോമില ഉണ്ടാവും അല്ലേ? പൊസിഷൻ വെക്ടർ ഇങ്ങനെ തന്നാൽ അർത്ഥം എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 3, സെഡ് ആക്സിസിൽ 4 എന്ന് പറഞ്ഞാൽ 2, 3, 4 ഇവിടെയാണ് ഈ ചാർജിൻ്റെ പൊസിഷൻ. ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ അതിൻ്റെ പൊസിഷൻ വെക്ടറും വേറെ രൂപത്തിൽ തന്ന i ക്യാപ്പ് പ്ലസ് j ക്യാപ്പ് മൈനസ് 4k ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിലേക്ക് 1 ഒക്കെ ഒരു 3i ക്യാപ്പ് 3j ക്യാപ്പ് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ. എക്സ് ആക്സിസിൽ 3, വൈ ആക്സിസിൽ 3, പിന്നെ നെഗറ്റീവ് സെഡ് ആക്സിസ് അവിടത്തേക്ക് 4 മീറ്റർ നമ്മുടെ ബോർഡിൻ്റെ ഉള്ളിലായിരിക്കും. ആ ചാർജ് അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ പൊസിഷൻ വെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർജ് ചാർജിൻ്റെ സ്ഥാനമാണ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, തൽക്കാലം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി തൽക്കാലം ഇത് പോട്ടെ, ഇത് രണ്ടും ഉള്ളൂ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചാർജ് ഉള്ളത് ബോർഡിൽ തന്നെയാണ്, പ്ലെയിനിൽ തന്നെയാണ്. ഇതുള്ളത് എക്സിൽ 2, വൈയിൽ 3 ഇവിടെയാണ് ചാർജിൻ്റെ സ്ഥാനം. അതുപോലെ ഇത് നോക്കിയിട്ട് അങ്ങനെയും പറയാം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടേ? വെക്റ്റർ R2, ഇത് വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1ൻ്റെ മോഡുലസാണ്. വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1ൻ്റെ മോഡുലസ്. അപ്പോൾ വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1ൻ്റെ വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1 ഇവിടെ വേണം. വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1 അതിൻ്റെ മോഡുലസ് ഇവിടെ വേണം. ഓക്കെ, വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1 എങ്ങനെ കാണും? ഇതും മൈനസ് ചെയ്യുക, ഇതും മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3i ക്യാപ് മൈനസ് 2i ക്യാപ്, അപ്പോൾ i ക്യാപ് വരും. പ്ലസ് അടുത്ത 3j ക്യാപ് മൈനസ് 3j ക്യാപ്. ഓക്കെ, തൽക്കാലം ഒരു ഡിഫറൻസ് എടുത്തോ. ഇത് തൽക്കാലം ഒരു 5j ക്യാപ്പ് ഞാൻ വിചാരിക്കും. 5 ഇല്ല, ഒരു 2j ക്യാപ്പ് വിചാരിച്ചു. സോ 2j ക്യാപ്പ് മൈനസ് 3j ക്യാപ്പ്, അപ്പോൾ അത് മൈനസ് j ക്യാപ്പാണ് വരിക. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഇവിടെയും 1 ഇവിടെയും 1 വരുന്നത് അല്ലേ? ജസ്റ്റ് അങ്ങനെയാണ് വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1ൻ്റെ മോഡുലസ് എങ്ങനെയാണ് കാണുക? ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് മോഡുലസ് കാണല്? √1² പ്ലസ് 1² പ്ലസ് 1² √2 വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് കാണുന്ന സമയത്ത് ഇത് 1/4πε0 9 × 10⁻⁹ വരും. Q1 × Q2 തൽക്കാലം ഈ ചാർജ് 5 മൈക്രോ കൂളം, ഇതും 5 മൈക്രോ കൂളം വിചാരിക്കും, ജസ്റ്റ് വിചാരിക്കും. അപ്പോൾ ഇത് Q1, ഇത് 5 മൈക്രോ കൂളം. അപ്പോൾ 5 × 10⁻⁻6. അടുത്തതും അതുപോലെ തന്നെ 5 × 10⁻⁻6 ഡിവൈഡ് ബൈ ഇവിടെ വേണ്ടത് മോഡുലസാണ്. വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1ൻ്റെ മോഡുലസ്, മോഡുലസ് √2 അതിൻ്റെ ക്യൂബ് വരും. ഇവിടെ വേണ്ടത് വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1, മോഡുലസ് അല്ല, വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1 എന്നാണ് ഈ സംഭവം. ഇതാണ് വേണ്ടത്. അത് എത്ര? i ക്യാപ്പ് മൈനസ് j ക്യാപ്പ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു നമ്പർ വരും. വെറുതെ വിചാരിക്കും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു, ജസ്റ്റ് കറക്റ്റ് വാല്യൂ എന്നല്ല ഞാൻ എഴുതുന്നത്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു വെറുതെ വിചാരിക്കും ഒരു 20 കിട്ടി, വെറുതെ പറയുകയാണ്. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 20 ആണ് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ 20 ×
ഐ ക്യാപ്പും വരും, 20 ഇൻറ്റു ജെ ക്യാപ്പും വരും. അപ്പോൾ 20 ഐ ക്യാപ്പ് പ്ലസ് 20 ജെ ക്യാപ്പ് വരും. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 20 ആണ് ആൻസർ കിട്ടിയെന്ന് വെറുതെ വിചാരിക്കൂ. അപ്പോൾ 20 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് 20 ജെ ക്യാപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുക? മാഗ്നിറ്റ്യൂഡ് കാണുക റൂട്ട് ഓഫ്, ഇങ്ങനെ വന്നാൽ എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കാണൽ? റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ വരും. 20 റൂട്ട് 2 ആണ് വരിക. അത്രയും ന്യൂട്ടൺ ആയിരിക്കും. അതാണ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അരുപത്തി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ. ശരി, അപ്പോൾ ഇതാണ് ഫോഴ്സ് വെക്റ്റർ ഫോമിലുള്ള ഇൻ ടേംസ് ഓഫ് പൊസിഷൻ വെക്റ്റർ. ഇനി ഇതിന് പകരം ഇപ്പം നമ്മൾ എഴുതിയത് കുളംബ്സ് ലോ പ്രകാരം 2 പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സാണ്. 2 പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സാണ് നമ്മൾ എഴുതിയത്. അതിന് പകരം ഇവിടെ നമ്മൾ കുറേ പോയിന്റ് ചാർജുകൾ വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3, Q4, അങ്ങനെ എറ്റ്സെട്ര Qn. കുറേ പോയിന്റ് ചാർജുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇത് Q1ഉം Q2 ആയതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ R12 എടുത്തു. ഇത് Q1ഉം Q3യും ആയതുകൊണ്ട് R13 എന്നെടുത്തു. Q1ഉം Q4 ആയതുകൊണ്ട് R14 എന്നെടുത്തു. ഇത് Q1ഉം Qn ആണ്. ഈ ഡിസ്റ്റൻസ് R1n എടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഡിസ്റ്റൻസുകൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ Q1ൻ്റെ മുകളിൽ ഇവർ കുറേ പോയിന്റ് ചാർജുകളുണ്ട്. ഇവരെല്ലാവരും തമ്മിൽ അന്യോന്യം ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മുകളിലുള്ള ഫോഴ്സ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ Q1ൻ്റെ മുകളിലുള്ള ഫോഴ്സാണ് കാണുന്നത്. അപ്പോൾ Q1ൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് ഓൺ Q1 ആണ്. ഫോഴ്സ് ഓൺ Q1 ബൈ Q2 ആണ് ഈ ഫോഴ്സ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ വരികയാണെങ്കിൽ 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ ഇവർ നമ്മൾ ഡിസ്റ്റൻസ് R12 ആണ്. സോ R12 സ്ക്വയർ വരും. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുക Q2വിൽ നിന്ന് Q1ലേക്കാണ്. Q2വിൽ നിന്ന് Q1ലേക്കാകുമ്പോൾ R21 ക്യാപ്പാണ് വരിക. അട്രാക്ഷൻ ആയിരുന്നെങ്കിൽ Q1ൽ നിന്ന് Q2ലേക്കാണ്. അങ്ങനെയാണെങ്കിൽ R12 ക്യാപ്പാണ് വരിക. ഓക്കെ, അതുപോലെ ഓരോന്നും എഴുതാം. അപ്പോൾ വരുന്നത് ഇവിടെ F12 എന്ന് വരുമ്പോൾ ഇവിടെ 21 എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അങ്ങനെ ഓരോന്നും പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ Q1നെ Q3 റിപ്പൽ ചെയ്യുന്നു. എല്ലാം റിപ്പൽഷൻ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ഫോഴ്സ് ഓൺ Q1 ആണ്. ഫോഴ്സ് ഓൺ Q1 ബൈ Q3 ആണ്. അതുപോലെ ഫോഴ്സ് ഓൺ Q1 ബൈ Q4 ആണ്. F14 ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇത് ഫോഴ്സ് ഓൺ Q1 ബൈ Qn ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിൽ Q1ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണാൻ ഈ ഫോഴ്സിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് നേരിട്ട് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ റിസൾട്ടൻ്റ് കാണണം. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കാണാൻ നമ്മൾ ജസ്റ്റ് സം എടുത്താൽ പോരാ, വെക്റ്റർ സം എടുക്കണം. വെക്റ്റർ സം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഇതിൻ്റെ എല്ലാം റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അതായിരിക്കും അവിടെയുള്ള ടോട്ടൽ ഫോഴ്സ്. സോ ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു ദ വെക്റ്റർ സം ഓഫ് F12 വെക്റ്റർ പ്ലസ് എഫ് ജസ്റ്റ് സം എന്ന് പറഞ്ഞാൽ പോലെ വെക്റ്റർ സം ആണ്. വെക്റ്റർ സം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനാണ്. എല്ലാ ഫോഴ്സിൻ്റെയും കൂടിയുള്ള റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. F13 പ്ലസ് F14 plus etc plus vector F1n. So if a number of point charges are present, the total electrostatic force on a charge is equal to the vector sum of individual forces. That is equal to the vector sum of individual forces. Okay, ഇനി വേണമെങ്കിൽ ഓരോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കുക. F12 എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലല്ലേ Q1 കിട്ടും. അപ്പോൾ 1/4πε0 Q1 Q2 ബൈ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R12 ആണ്. സോ R12 സ്ക്വയർ വരും. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ F12ൻ്റെ ഡയറക്ഷൻ Q2വിൽ നിന്ന് Q1ലേക്കാണ്. സോ R21 ക്യാപ്പ് ആയിരുന്നു.
R21 ക്യാപ്പ് ആയിരുന്നു. അങ്ങനെ F13 എന്ന് പറയുമ്പോൾ 1/4πε0 അത് ആര് തമ്മിലാണ്? Q1ഉം Q3യും തമ്മിലാണ്. Q1 Q3 ഡിവൈഡ് ബൈ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R13 ആണ്. R13 സ്ക്വയർ. അതിൻ്റെ ഡയറക്ഷൻ വരിക ഇറ്റ് ഈസ് ഫ്രം റിപ്പൽഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം Q3 ടു Q1 ആണ്, ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ R31 ക്യാപ്പാണ് വരിക. പ്ലസ് എറ്റ്സെട്ര ലാസ്റ്റ് എഴുതുകയാണെങ്കിൽ 1/4πε0 ലാസ്റ്റ് വരുന്നത് Q1ഉം Qnഉം തമ്മിലാണ്. Q1 Qn ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R1n ആണ്. ഇൻറ്റു ഡയറക്ഷൻ വരുന്നത് Qnൽ നിന്ന് Q1ലേക്ക് ഇങ്ങനെയാണ്. അപ്പോൾ RN1 ക്യാപ്പ് എന്ന് വരും. ഇനി വേണമെങ്കിൽ ഇതിൽ 1/4πε0 ഇൻറ്റു Q1 എല്ലാത്തിലും ഉണ്ടാകും. കാരണം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് Q1ൻ്റെ മുകളിലാണ്. Q1ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അങ്ങനെയാണ് 1/4πε0 1/4πε0 ഇൻറ്റു Q1 അതെല്ലാത്തിലും ഉണ്ട്. വേണമെങ്കിൽ ടേക്ക് ഔട്ട് സൈഡ്, ദെൻ ബാക്കി ടേംസ് എഴുതിയാൽ മതി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ചാർജിൽ കുറേ ചാർജൊക്കെ ഉണ്ടെങ്കിൽ, പോയിന്റ് ചാർജുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്നിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണാൻ ഇതിൻ്റെ എല്ലാം ഈ ഫോഴ്സുകളുടെയൊക്കെ റിസൾട്ടൻ്റ് എടുക്കണം. നമുക്ക് റിസൾട്ടൻ്റ് കാണാൻ നേരിട്ട് ജസ്റ്റ് ആഡ് ചെയ്യാം. ഫോഴ്സ് രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ, ഫോഴ്സ് തമ്മിൽ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് നേരിട്ട് അങ്ങ് ആഡ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് തന്നെ നേരിട്ട് അങ്ങ് ആഡ് ചെയ്തായി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തായി. ഓക്കെ, പെർപെൻഡിക്കുലർ ആകുമ്പോൾ റിസൾട്ടൻ്റ് എങ്ങനെയാണ്? രണ്ട് ഫോഴ്സ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ മതി. ഓക്കെ, പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോഴ്സ് ഇങ്ങനെയും വന്നു, ഒരു ഫോഴ്സ് ഇങ്ങനെയും വന്നു. അപ്പോൾ എന്താണ് ഈ വെക്റ്റർ സം എന്ന് വെച്ചാൽ? രണ്ട് ഫോഴ്സായത് ഇതിൻ്റെ വെക്റ്റർ. അപ്പോൾ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വിചാരിക്കും, ഈ ചാർജിൻ്റെ മുകളിൽ രണ്ട് ഫോഴ്സുകൾ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വെക്റ്റർ സം എന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. പാരലോഗ്രാമിലോ അല്ലെങ്കിൽ ട്രയാങ്കിളിലോ വെച്ചിട്ട് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. ഇവർ തമ്മിലുള്ള ആംഗിളൊക്കെ അറിയണം. എന്നിട്ട് ഇതിൻ്റെ പേരാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. ഓക്കെ, ആ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കണം? ഇങ്ങനെ കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ. ഈ രൂപത്തിൽ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇങ്ങനെ കണ്ടുപിടിക്കണം. അല്ലാതെ ഇത് F1 F2 തമ്മിൽ ജസ്റ്റ് നേരിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്യലല്ല. അങ്ങനെ ചെയ്യുക ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ മാത്രം അങ്ങനെ ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, എന്നാലുള്ള റിസൾട്ടൻ്റ് കിട്ടും. പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ 90 ആവും. അപ്പോൾ കോസ് 90 0 ആവും. അപ്പോൾ ഇത് വേണ്ട. അപ്പോൾ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ മതി പെർപെൻഡിക്കുലർ ആകുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് രണ്ട് ഫോഴ്സുകളെങ്കിൽ റിസൾട്ടൻ്റ് ഇങ്ങനെ ഈ രൂപത്തിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ജസ്റ്റ് രണ്ടൊന്ന് പ്രോബ്ലംസ് നോക്കാം. 2 point charges +3 into 10⁻⁻⁶. ഓക്കെ, ആൻഡ് പ്ലസ് ഇതൊക്കെയാണ് പോയിന്റ് ചാർജസ്. ഒന്ന് ഇതാ വരുന്നത്, ഒന്നിങ്ങനെയാണ് വരുന്നത്. ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സാണ്. ഇതൊക്കെയാണ് ചാർജുകൾ. ഇതൊന്ന് Q1 ഒന്ന് Q2 രണ്ട് ചാർജുകളായത്. അവർ തമ്മിൽ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സാണിത്. ഓക്കെ, ഇഫ് ഈച്ച് ചാർജ് ഈസ് ഗിവൺ ആൻ അഡീഷണൽ ചാർജ്, ഈ ചാർജ് രണ്ടിനും അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ വാട്ട് വിൽ ബി ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? അപ്പോൾ ആദ്യമുള്ള ഫോഴ്സ് 21 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? ഫസ്റ്റ് ചാർജുകൾ ഏതൊക്കെയാണ്? Q1 ഒന്ന് +3 into 10⁻⁻⁶ കുളമ്പും, മറ്റേത് +7 into 10⁻⁻⁶ കുളമ്പുമാണ്. ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സാണ് തന്നിരിക്കുന്നത്. ഫോഴ്സ് തന്നിരിക്കുന്നത് 21 ന്യൂട്ടൺ ആണ്. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് എന്തോ ആവട്ടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 എന്ന് വെച്ചാൽ 9 into 10⁻⁹ 1/4πε0 Q1 Q2. സോ 3 into 10⁻⁻⁶ into 7 into 10⁻⁻⁶. ഓക്കെ, ബൈ R സ്ക്വയർ ആണ്. Q1 Q2 ഇത് Q1 Q2 ബൈ R സ്ക്വയർ ആണ്. ഓക്കെ, യെസ്.
നമുക്കിതിൽ അറിയാത്ത ടേം ആർ സ്ക്വയർ ആണ്. ഫോഴ്സ് അറിയാം, ഫോഴ്സ് 21 ന്യൂട്ടൺ ആണ്. ഈ ഫോഴ്സ് 21 ന്യൂട്ടൺ ആണ്. സോ റീഅറേഞ്ച് ഇറ്റ്. സോ ആർ സ്ക്വയർ ഈക്വൽ ടു 9 × 10⁻9 ഇൻറ്റു 3 × 10⁻6 ഇൻറ്റു 7 × 10⁻6 ബൈ ടേക്ക് 21 ദാറ്റ് സൈഡ്. ഇങ്ങനെയാണുള്ളത്. വേണമെങ്കിൽ ജസ്റ്റ് അടുത്തത് 3 വരും, ഇത് പോയി. ഓക്കെ. സോ ആർ സ്ക്വയർ വരിക, ആർ സ്ക്വയർ വരുന്നത് 9 × 10⁻, ഇവിടെ 10⁻9 വരുന്നുണ്ട്, ഇവിടെ ഇത് രണ്ടും ആഡ് ചെയ്താൽ -12 ആവും. ഓക്കെ. സോ 10⁻³ വരും. ആർ സ്ക്വയർ വരും. ആർ സ്ക്വയറിൻ്റെ വാല്യൂയാണ് കിട്ടിയത്. ഇനി പറയുന്നത് എന്താണ്? ഈ രണ്ട് ചാർജിൻ്റെ കൂടെ ഇതൊന്ന് +3 × 10⁻6 അല്ലേ, ഇത് എത്രയായിരുന്നു? +7 × 10⁻6 അല്ലേ. ഓക്കെ. അപ്പോൾ അടുത്ത് പറയുന്നത് ഈ രണ്ട് ചാർജിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഈച്ച് ചാർജ് ഗിവൺ അഡീഷണൽ ചാർജ് ഇതിൻ്റെ കൂടെ -5 × 10⁻6 കുളമ്പ് ഇതിനും കൊടുത്തു, അതിനും കൊടുത്തു. -5 × 10⁻6 കുളമ്പ് രണ്ടിനും കൊടുത്തു. അപ്പോൾ ചാർജുകളെ തമ്മിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. ചാർജുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സൈന് നോക്കണം. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സൈന് നോക്കണം. സോ ഇത് കിട്ടുക, ഇത് ആഡ് ചെയ്താൽ -2 വരിക. 10⁻6 ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ മതി, ടേക്ക് ഔട്ട് സൈഡ്. സോ ഇത് -2 × 10⁻6 കുളമ്പാവും. ഇത് ആഡ് ചെയ്യുമ്പോൾ 2 × 10⁻6 കുളമ്പാവും. അപ്പോൾ ഇപ്പോൾ ചാർജുകൾ ഒന്ന് ഇങ്ങനെയാവും, ഇതാണ് ഇപ്പോൾ ചാർജ്, ഒന്ന് ഇതുമാണ് ഇപ്പോഴത്തെ ചാർജ്. എന്നിട്ട് അവരെ നമ്മൾ നേരത്തെ അതേ ഡിസ്റ്റൻസിൽ തന്നെ കീപ്പ് ചെയ്തു. അപ്പോൾ ഒന്ന് പ്ലസും മൈനസും, ഇങ്ങനെയാണ് ഇപ്പോൾ രണ്ട് ചാർജ് ഉള്ളത്. ഒന്ന് -2 ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ -2 × 10⁻6ഉം മറ്റേത് +2 × 10⁻6ഉം അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ്, ഇപ്പോൾ ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, ഒന്ന് പ്ലസും ഒന്ന് മൈനസുമാണ്. സോ ആദ്യം റിപ്പൾസീവ് ഫോഴ്സ് ആയിരുന്നു, ഇപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? 9 × 10⁻9 1/4πε0, അതാണ് 9 × 10⁻9 ഇൻറ്റു Q1 × Q2. ഫോഴ്സ് കാണുമ്പോൾ എനിക്ക് സൈൻ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ സൈൻ നോക്കിയിട്ട് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? പ്ലസും മൈനസും ആണ്, അട്രാക്റ്റ് ചെയ്യും എന്നാണ്. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ സൈൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അഥവാ സൈൻ എടുത്താനുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. പ്ലസിൻ്റെ മൈനസ് കണ്ടാൽ മൈനസ് കിട്ടും. അതിൻ്റെ അർത്ഥം ഫോഴ്സ് അട്രാക്റ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം മൈനസ് കിട്ടിയാൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് എടുത്ത് ചെയ്താൽ മതി. ഫോഴ്സ് കാണും. ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായും നിർബന്ധമായി സൈൻ നോക്കണം. ഓക്കെ. ഫോഴ്സ് ഇൻഡിക്കേഷനിൽ ഇതുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡേ കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് സൈന് വേണമെന്നൊന്നുമില്ല മാഗ്നിറ്റ്യൂഡ് കാണാൻ. 2 × 10⁻6 ആണ് ഒരു ചാർജ്, മറ്റേതോ അത് 2 × 10⁻6 ആണ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഇതാണ് 9 × 10⁻3. അത് നമ്മൾ ഫസ്റ്റ് തന്ന ഡാറ്റ ഉപയോഗിച്ച് ആർ സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇതാണ് 9 × 10⁻3. സോ ക്യാൻസൽ. സോ ആൻസർ 2 × 2 4, 4 × ഇത് ക്യാൻസൽ, 4 × 10⁻3 വരും. ന്യൂട്ടൺ ആണ് ഇപ്പോഴത്തെ ഫോഴ്സ്. ഇതൊരു ന്യൂ ഫോഴ്സ്, ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ. യെസ്. 2 point charges +9e and +1e are kept 16 cm apart. At what point between these charges should a third charge Q be placed so that it remains in equilibrium? Okay. So +9e + e are separated by 16 cm apart. Between these two charges, a third charge Q is placed. Q എന്ന് പറയുന്നൊരു ചാർജ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇത് in between there is a charge Q. ഓക്കെ. അപ്പോൾ ഈ ചാർജിനെ എവിടെ വെച്ചാലാണ് അത് ഇക്വിലിബ്രിയത്തിലാവുക എന്ന ചോദ്യം. ഇക്വിലിബ്രിയത്തിലാവുക എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആവണം. ഓക്കെ. സോ ഈ ചാർജ് ഈ ഡിസ്റ്റൻസ് ഞാൻ R എടുക്കുകയാണെങ്കിൽ x എടുക്കുകയാണെങ്കിൽ ഇത് 16 - x ആയിരിക്കും. അപ്പോൾ ഈ ചാർജിനെ എവിടെ വെച്ചാലാണ് അത് ഇക്വിലിബ്രിയത്തിലാവുക? അപ്പോൾ ഇതിനെ റിപ്പൽ ചെയ്യുന്നു,
ആ ഫോഴ്സ് ഇങ്ങനെ വരും, അത് ഇതിനെ റിപ്പൽ ചെയ്യുന്നു, ആ ഫോഴ്സ് ഇങ്ങനെ വരും. ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആയാൽ നെറ്റ് രണ്ട് ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആവും. അപ്പോൾ ഈ ചാർജ് ഇക്വിലിബ്രിയത്തിലാവും. അപ്പോൾ ഇത് എവിടെ വെച്ചാലാണ് ഇത് ഇക്വിലിബ്രിയത്തിലാവുന്നല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചായി. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ രണ്ട് ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ആവണം. ക്യാൻസൽ ആവണേ രണ്ട് ഈക്വൽ ആവണം. F1 ഈക്വൽ ടു F2 ആയിരിക്കണം. ഫോർ ഇക്വിലിബ്രിയം ഓഫ് Q, ഫോർ ഇക്വിലിബ്രിയം ഓഫ് Q അതിന് മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആവണം. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ക്യാൻസൽ ആവണം. ക്യാൻസൽ ആവണേ രണ്ട് ഈക്വൽ ആവണം. അപ്പോൾ F1 എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള 9eയും Qയും. E എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അപ്പോൾ 9 ടൈംസ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, അതാണ് ഇതിൻ്റെ ചാർജ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പറയും F1 എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഫോഴ്സാണ്. അത് തമ്മിൽ 1/4πε0. ഒന്ന് 9e, 9e ഇൻറ്റു മറ്റേത് Q, 9e ഇൻറ്റു Q/x² ഈക്വൽ F2 ഇവർ തമ്മിലാണ്, ഇതും തമ്മിലാണ് F2. സോ 1/4πε0 E ഇൻറ്റു Q ബൈ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 16 - x ആണ്. സോ 16 - xൻ്റെ സ്ക്വയർ. ഓക്കെ, സോ ടേക്ക് റൂട്ട് ഓൺ ബോത്ത് സൈഡ്, സ്ക്വയർ റൂട്ട്. ടേക്ക് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് രണ്ട് സൈഡും എടുത്താൽ എന്തായി? ഈ സ്ക്വയറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ഇത് 3/x ആയി. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 1/16 - x ആയി. സ്ക്വയർ പോയി. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 48 - 3x ഈക്വൽ x. 48 ഈക്വൽ 4x. സോ x ഈക്വൽ 12 സെൻറ്റിമീറ്റർ വരും. അതായത് ഈ x നമുക്ക് 12 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ 9eയിൽ നിന്ന് ഇതിൽ നിന്ന് 12 സെൻറ്റിമീറ്ററിൽ വെക്കണം ഇതിനെ. അപ്പോഴാണ് അത് ഇക്വിലിബ്രിയത്തിലാവുക, നെറ്റ് ഫോഴ്സ് 0 ആവുക. ഇത് 12 ആണെങ്കിൽ മറ്റേ ടോട്ടൽ 16 അല്ലേ? അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഇത് 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബാക്കി ഇത് 4 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പം 9eയിൽ നിന്ന് 12 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇയിൽ നിന്ന് 4 സെൻറ്റിമീറ്ററിൽ വെച്ചാൽ ഈ ചാർജ് വെച്ച ചാർജിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് അത് ഇക്വിലിബ്രിയത്തിലാവും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.